ഹലോ, എൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇതാണ് എൻ്റെ ചാനൽ ആദ്യത്തെ ലോങ് വീഡിയോ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോസ് എപ്പോഴും ഇടുന്നത്. കാരണം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചിലേ ഉള്ളൂ. നമ്മളിന്ന് വൈകുന്നേരം എന്താ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ വീട്ടിൽ രാവിലെ എന്താണ് വെക്കുന്നത് അതേ അമ്മ തരുള്ളൂ. വേറെ പുറത്തുനിന്നൊന്നും വാങ്ങാൻ അമ്മ സമ്മതിക്കില്ലേ. ഇപ്പോൾ രാവിലെ പുട്ടോ ദോശയോ അപ്പോൾ ആണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മൾ വൈകുന്നേരം ചായക്കും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ അപ്പോൾ വെച്ചത്. അപ്പോൾ അത് ഞാൻ വൈകുന്നേരം ഒന്ന് മാവുണ്ടായിരുന്നു, അത് വെച്ചൊന്ന് അപ്പം ഉണ്ടാക്കി. ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ, അതുകൂടെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. നമ്മളിപ്പോൾ IPL ഒക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മിക്കപ്പോഴും നമ്മൾ കളിയും കണ്ടിട്ടാണ് എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നു. പിന്നെ നമുക്ക് വൈകുന്നേരം അവധിയൊക്കെ ആകുമ്പോൾ പുറത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കായലിൽ തൊട്ടടുത്താണ് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിൽ തൊട്ടടുത്ത്. അപ്പോൾ നമ്മളെ വീട് കഴിഞ്ഞിട്ട് ചെറിയൊരു കാടോലിട്ട് അതിനുശേഷം ഒരു ചെറിയൊരു കൈത്തോടുണ്ട്. അതിനപ്പുറം ഇതേ ഉണ്ടോ വേമ്പനാട്ട് കായലാണേ. നമ്മളെ ഭാഗമാണ് കായലിൽ ഏറ്റവും നീളമുള്ള ഭാഗം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഈ സന്ധ്യ ആകുമ്പോഴും പിന്നെ വെയിലേറ്റ സമയങ്ങളിലൊക്കെ ചെറുതായിട്ട് വെള്ളം കയറും. നമ്മൾ മുറ്റത്തേക്കൊന്നും വരില്ല, എന്നാലും നമ്മൾ ആ കായൽ കഴിഞ്ഞിട്ടുള്ള തോടിൽ നന്നായിട്ട് വെള്ളം പോകും. കാണാൻ നല്ല രസമൊക്കെയാണ്. ഉപ്പില്ലാത്ത വെള്ളമൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ കാണുന്ന നമ്മുടെ വീട്. അവിടെ ഞാൻ നേരെ വീട്ടിലേക്ക് കടന്നു. വേറൊരു പ്രധാന കാര്യം ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പറ്റാമെന്ന് പറയാം. ഈ കാണുന്ന ഈ കാടും കൈതയൊക്കെ എല്ലാം വീട്ടിൽ കൊണ്ടു നോക്കുന്ന ചെറിയൊരു സ്വഭാവനിക്കുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പുതുക്കം പോകുന്നത് നമ്മുടെ അങ്കിളുടെ വീട്ടിലായിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടായിരുന്നു ഈ ഒരു ചെടി. സംഭവം കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ പൂവും നമ്മുടെ റിസോർട്ടിലും അതുപോലെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടോ. മെയിനായിട്ട് നമ്മുടെ എറണാകുളം പോകുമ്പോൾ കുമ്പളം സൈഡിൽ റോഡിൻ്റെ സെൻറ്ററായിട്ട് വെച്ചിട്ടുണ്ട്. രസം. പക്ഷേ അതുപോലെ കാണുന്ന വിചാരിച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇത് ഒരുമാതിരി അതിക്രമിച്ച് വളർന്ന പോലെ. കാരണം അവിടെയൊക്കെ ഭയങ്കര ഷോർട്ടായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ഞാനിങ്ങനെ മുറിച്ചിട്ടൊന്നും ശരിയാവുന്നൊന്നുമില്ല. മുറിക്കുമ്പോൾ പോവരില്ല, പക്ഷേ ഇങ്ങനെ നീളം വെച്ചിട്ട് ഭയങ്കര നീളം വന്നിട്ട് പിന്നെ പോരുന്നത്. അപ്പോൾ ഒരു ഭംഗിയില്ലാതെ നിൽക്കുമായിരുന്നു. ഇതാണെങ്കിൽ വീണ്ടും ഫ്രണ്ട് സൈഡ് തന്നെയാണ് ഇതുകൊണ്ട് കാണിച്ചത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ പറയുന്നത് ഇവിടെ നിന്ന് പറിച്ച് കളയണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കളയുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അവധി ആയതുകൊണ്ട് ഞാനതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ വേറൊരു സാധനം വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ വീടിൻ്റെ മറ്റേ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡ് നമ്മൾ ഒരു ഗലാട്ടിയ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗലാട്ടിയ ഇപ്പോൾ കുറേ ബ്രാഞ്ചസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മഴ സമ്മതിക്കില്ല. ഞാൻ ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പിടിക്കേണ്ടായിരുന്നേ. ഇപ്പോൾ ചെറിയായിട്ടൊരു ശക്തി കൂടി. പക്ഷേ എന്നാലും നമ്മളിത് പറിച്ച് കഴിഞ്ഞതുകൊണ്ടാണ് നട്ടിട്ട് നമ്മൾ ഇനി പുറകിലേക്കുള്ളൂ. അപ്പോൾ ഞാൻ നേരെ നമ്മൾ ഈ വേസ്റ്റ് വന്ന കാടുമ്പടലൊക്കെ പറിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഗലാട്ടി വെക്കാനായിട്ട് നല്ല ആഴത്തിൽ കുഴിച്ച്, വലുതായിട്ടൊന്നുമല്ല എന്നാലും ചെറുതായിട്ട് അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാനത് നടുവാണ്. നമ്മൾ 3 എന്തുവാ പറയുക, ചില്ലെന്നല്ലല്ലോ തന്നെ പറയണേ. അതിൻ്റെ ഒരു കിഴങ്ങ് പോലത്തെ ഒരു സൈസ് ഇനമാണ് ഈ ഗലാട്ടി എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു തണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് അതിങ്ങനെ വലുതായി വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളത് വേണമെങ്കിൽ പറിച്ചെടുത്തിട്ട് ഇതുപോലെ മാറ്റിയൊക്കെ നടാൻ പറ്റും. ഞാൻ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഏകദേശം 130 രൂപയായിരുന്നു ഒരു തണ്ടിന് വന്നിരുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് സാധനം ഇതിൽ നിന്ന് മാറ്റി ഇപ്പോൾ വീട് അത്യാവശ്യം വീണ്ടും ചുറ്റും ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ വെച്ചത് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചതായിരുന്നു. ഞാൻ വേറൊരു വീഡിയോ എടുത്ത് കാണിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. നമുക്കപ്പം നമ്മളുടെ വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ എഡിറ്റിങ്ങിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അടുത്ത വീഡിയോസ് മുതൽ നമ്മളത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.